ഹലോ, ഇന്ന് പഴം വെച്ച് അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്ക് തയ്യാറാക്കിയാലോ. അപ്പോൾ ഓയിലൊന്നും പൊരിച്ചെടുക്കാത്ത അടിപൊളിയായിട്ടുള്ളൊരു 4 മണി പലഹാരമാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പം ഒരു പഴം ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലൊരു പാത്രം വെച്ച് അതിലോട്ട് നെയ്യ് ഒഴിച്ച് പഴം വഴറ്റിയെടുക്കാം. അങ്ങനെ പഴം വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതേ പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് അല്പം പഞ്ചസാര, 1.5 സ്പൂൺ പഞ്ചസാരയും നട്ട്സും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 3 ഏലക്കായും കൂടെ ചേർത്തു അതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം 1/2 സ്പൂൺ പഞ്ചസാരയും അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ അടിച്ച് ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് അല്പം അടിച്ചെടുത്ത മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ വഴറ്റി വെച്ച പഴത്തിൻ്റെ ഓരോ പീസും അതിൻ്റെ മുകളിലായി നിരത്തി കൊടുക്കുക. അങ്ങനെ ഫുള്ളായിട്ടും പഴം വെച്ചതിന് ശേഷം വറുത്ത് വെച്ച തേങ്ങയും നട്ട്സും തേങ്ങയൊക്കെ വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കി വന്ന മുട്ടയുടെ ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അല്പം നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇങ്ങനത്തെ പലഹാരമാണെങ്കിൽ ഒത്തിരി എണ്ണയൊന്നും ചേർക്കാത്തതുകൊണ്ട്, എണ്ണയൊന്നും ചേർത്ത് പൊരിക്കാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. ഇനി അടച്ച് വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയതാണ്, അല്പം കൂടെ വേകാനുണ്ട്. പിന്നെ അടച്ച് വെച്ച് ഇപ്പോൾ ഇതാ ശരിയായി വന്നിട്ടുണ്ട്. ഇനി മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് അതിൻ്റെ മറുവശവും കൂടെ വേകാനായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ അത് റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ 4 മണി പലഹാരം റെഡിയായി, പഴം വെച്ചുള്ള. ഇപ്പോൾ കട്ട് ചെയ്യുകയാണ്, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.